2013 പ്രശസ്തമായിട്ടുള്ള നോക്കിയ മൊബൈൽസ് അവരുടെ കമ്പനി മൈക്രോസോഫ്റ്റിനെ വിൽക്കാനായിട്ട് തീരുമാനിച്ചു. കമ്പനി നഷ്ടത്തിലായതായിരുന്നു അവർ ഈ തീരുമാനത്തിൽ കൊണ്ടെത്തിച്ചത്. അന്നത്തെ കമ്പനിയുടെ CEO ആയിരുന്നിട്ടുള്ള സ്റ്റീഫൻ ലോബ്സ് നടത്തുന്ന പ്രസംഗത്തിലെ അവസാന 2 വരികൾ ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ എന്തുകൊണ്ടോ ഞങ്ങൾ തോറ്റുപോയി. വിതുമ്പിക്കൊണ്ടായിരുന്നു അദ്ദേഹം ആ വാക്കുകളോട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഈ നോക്കിയ മൊബൈൽ ഫോണിനെ കുറിച്ചിട്ട് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് വലിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ള ഒരു കമ്പനിയായിരുന്നു നോക്കിയ. പിന്നെ പണ്ടത്തെ ആ സ്നേക്ക് ഗെയിം, അവർ കൊടുക്കുന്ന ഒരു ബിൽഡ് ക്വാളിറ്റി, സൗണ്ട് ക്ലാരിറ്റി, ഇതുകൊണ്ടൊക്കെ തന്നെ ഒരു തലമുറയുടെ വികാരമായിരുന്നു നോക്കിയ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജനങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് കൊടുത്തത്. എന്നിട്ടും അവർ പരാജയപ്പെട്ടു. എന്തായിരുന്നു നോക്കിയയുടെ തകർച്ചയ്ക്കുള്ള കാരണം? അതിലാദ്യത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൊടുത്തിരുന്ന ഒരു ബിൽഡ് ക്വാളിറ്റി തന്നെയായിരുന്നു. ഈ ബിൽഡ് ക്വാളിറ്റി കൂടുകൊണ്ട് തന്നെ ആളുകൾക്ക് ഈ ഫോൺ റീപ്ലേസ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇത് കമ്പനിയുടെ സെയിൽസിനെ സാരമായിട്ട് അങ്ങോട്ട് ബാധിച്ചു. മറ്റൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ ഫെസിലിറ്റീസ് ഉള്ള പുതിയ അപ്ഡേറ്റ് ആയിട്ടുള്ള ഫോണുകളൊക്കെ രംഗത്ത് വന്നു കഴിഞ്ഞപ്പോൾ നോക്കിയായും ആ കമ്പനിയൊക്കെ ആളുകൾ മറന്നു തുടങ്ങി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഔട്ട്ഡേറ്റ് ആവാനായിട്ട് തുടങ്ങി. ഞാനിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ തന്നെ നമ്മുടെ പല റിലേഷൻഷിപ്പിന്റെ ഒക്കെ അവസ്ഥ. നമ്മൾ പലതരം റിലേഷൻഷിപ്പിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്. നമ്മുടെ ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ലവർ ആവാം, അങ്ങനെ എന്തും ആവാം. നമ്മൾ വിചാരിക്കും നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഇതിനെ നമ്മൾ ഈ കൊടുക്കുന്നതെന്നൊക്കെ. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഈ ബെസ്റ്റ് നമ്മുടെ കണ്ണിൽ മാത്രമാണ് ബെസ്റ്റ്. കിട്ടുന്ന ആൾക്ക് അത് എത്രത്തോളം ബെസ്റ്റ് ആവണമെന്ന് യാതൊരു നിർബന്ധവും. ചിലപ്പോൾ പുതിയ ഫെസിലിറ്റീസ് ഉള്ള പുതിയ അപ്ഡേറ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ അവരുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ചിലപ്പോൾ ഒഴിഞ്ഞു കൊടുക്കേണ്ട ഒരു സ്ഥാനം മാത്രമേ അവരുടെ ജീവിതത്തിലൊക്കെ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ഞാൻ പറഞ്ഞത് എല്ലാവരും ഇങ്ങനെയാണെന്നൊന്നുമല്ല, പക്ഷെ നമ്മൾ എപ്പോഴും ഒരു മുൻകരുതൽ എടുത്തിരിക്കണം. പണ്ട് എപ്പോഴോ ഇൻസ്റ്റാഗ്രാമിൽ വായിച്ചു കേട്ടുള്ള ഒരു കോട്ടാണ്: ഒരാളിലേക്ക് നിങ്ങൾ ആഴ്ന്നിറങ്ങുമ്പോൾ അവിടെ നിന്ന് തിരിച്ചു വരാനുള്ളൊരു വഴിയും നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവനും കരഞ്ഞു നിൽക്കേണ്ടതായിട്ട് വരും.